നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ലോക സിനിമാ പ്രേമികൾ കാത്തിരുന്ന 97ാമത് ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററിലാണ് ഓസ്കാർ പുരസ്കാര നിശ നടക്കുന്നത്. മികച്ച ചിത്രം, സംവിധാനം, നടൻ, നടി, തിരക്കഥ തുടങ്ങി പ്രധാന വിഭാഗങ്ങളിലെല്ലാം കടുത്ത മത്സരം തന്നെയാണ് ഇത്തവണ നടന്നത്. കോനൻ ഒബ്രയാനാണ് ഇത്തവണത്തെ ഓസ്കാറിന്റെ മുഖ്യ അവതാരകൻ. അദ്ദേഹത്തിന് പുറമെ റോബർട്ട് ഡൗണി ജൂനിയർ, സ്കാർലെറ്റ് ജോഹാൻസൺ, എമ്മ സ്റ്റോൺ, ഓപ്ര വിൻഫ്രി തുടങ്ങിയവരും സഹ അവതാരകരായി എത്തിയിരുന്നു. എമിലിയ പെരേസ്, ദ ബ്രൂട്ടലിസ്റ്റ്, കോൺക്ലേവ്, എ കംപ്ലീറ്റ് അൺനോൺ, ദ സബ്സ്റ്റൻസ് എന്നീ ചിത്രങ്ങൾ ഒന്നിനൊന്ന് കിടപിടിച്ചുവെങ്കിലും ഒടുവിൽ അനോറ തന്നെ കിരീടം ചൂടി. മികച്ച നടനുള്ള 97ാമത് ഓസ്കാർ പുരസ്കാരം എഡ്രിയ ബ്രോഡിക്ക്. ദി ബ്രൂട്ടലിസ്റ്റിലെ അഭിനയത്തിനാണ് പുരസ്കാരം. മികച്ച നടിക്കുള്ള പുരസ്കാരം അനോറയിലെ പ്രകടനത്തിന് മിക്കി മാഡിസൺ ആണ് സ്വന്തമാക്കിയത്. അനോറയിലൂടെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ഷോൺ ബേക്കർ കരസ്ഥമാക്കി. അനോറയാണ് മികച്ച ചിത്രം. ലൈംഗിക തൊഴിലാളികളുടെ കഥ പറഞ്ഞ ചിത്രം ദി ബ്രൂട്ടലിസ്റ്റിനെ ഉൾപ്പെടെ കടന്നാണ് പുരസ്കാരം സ്വന്തമാക്കിയത്. ഇത്രയുമധികം അംഗീകാരം നേടിയ അനോറ നിങ്ങൾക്കിപ്പോൾ OTA-യിലും കാണാവുന്നതാണ്. ZEE5 വഴി ചിത്രം ആസ്വദിക്കാം. എന്നാൽ 129 രൂപ അടച്ചു മാത്രമാണ് ഇത് കാണാനാകുക. എന്നാൽ അനോറ അധികം പണം ചെലവില്ലാതെ കാണാനും മറ്റൊരു ഓപ്ഷനുണ്ട്. ഈ വരുന്ന മാർച്ച് 17-ാം തീയതി സിനിമ ഇന്ത്യയിൽ ഓൺലൈനായി പ്രീമിയർ ചെയ്യുന്നുണ്ട്. ഇത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് ആസ്വദിക്കാം. മാർച്ച് 17 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലും അനോറ സ്ട്രീം ചെയ്യുന്നുണ്ട്. ലോകം കാത്തിരുന്ന 97ാമത് ഓസ്കാറിൽ 4 പുരസ്കാരങ്ങളാണ് അനോറ സ്വന്തമാക്കിയത്. മികച്ച സിനിമ, സംവിധാനം, നടി, ഒറിജിനൽ സ്ക്രീൻ പ്ലേ എന്നിവയ്ക്കുള്ള അവാർഡുകളാണ് ചിത്രത്തിന് ലഭിച്ചത്. സിനിമയുടെ സംവിധാനം, തിരക്കഥ, എഡിറ്റിംഗ് എന്നീ 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളും കൈകാര്യം ചെയ്ത ഷോൺ ബേക്കറിന് മികച്ച സംവിധായകനും തിരക്കഥാകൃത്തിനുമുള്ള ഓസ്കാർ ലഭിച്ചു. 97ാം ഓസ്കാർ പുരസ്കാര വേദിയിൽ അക്കാദമിയുടെ ചരിത്രത്തിൽ ഒരു ചിത്രത്തിന് ഏറ്റവുമധികം ഓസ്കാർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന വ്യക്തിയായി അനോറ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഷോൺ ബേക്കർ മാറി. ഒറ്റ ചിത്രത്തിന് 4 ഓസ്കാറുകൾ നേടുന്ന ആദ്യ വ്യക്തി എന്ന നേട്ടം കൈവരിച്ച ഷോൺ ബേക്കർ ഒരു രാത്രിയിൽ ഏറ്റവുമധികം ഓസ്കാറുകൾ നേടിയെന്ന നേട്ടം പങ്കിടുന്നത് സാക്ഷാൽ വാൾട്ട് ഡിസ്നിയുമായിട്ടാണ്. അനോറയിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരം വാങ്ങിയ മൈക്കി മാഡിസൺ ഈ വിഭാഗത്തിൽ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 9ാമത്തെ അഭിനേത്രിയാണ്. 1954-ൽ വിവിധ ചിത്രങ്ങൾക്കായിട്ടാണ് വാൾട്ട് ഡിസ്നി 4 ഓസ്കാർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയത്. ഇത്തവണ ഓസ്കാറിൽ ഏറ്റവും തിളങ്ങിയ ചിത്രവും അനോറയായിരുന്നു. 6 നോമിനേഷനുകളിൽ 5 പുരസ്കാരവും അനോറ നേടിയെടുത്തു. മികച്ച നടിക്കുള്ള പുരസ്കാരം മൈക്കി മാഡിസൺ നേടിയപ്പോൾ മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച ചിത്ര സംയോജനം, മികച്ച തിരക്കഥ എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങൾ ഷോൺ ബേക്കർ ഒറ്റയ്ക്ക് വാരിക്കൂട്ടി. ഒരു റഷ്യൻ പ്രഭുവിന്റെ മകനുമായി പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്ന അനോറ എന്ന സെക്സ് വർക്കറിന്റെ കഥയാണ് അനോറയുടെ പ്രമേയം. വിവാഹിതരാകുന്ന കമിതാക്കളുടെ ഒന്നിച്ചുള്ള ജീവിതത്തിന് വിലങ്ങുതടിയായി പ്രഭുകുടുംബം എത്തുന്നതോടെ കഥ പുരോഗമിക്കുന്നു. വാൾട്ട് ഡിസ്നി ആനിമേറ്റഡ് സിനിമയാക്കിയ സിൻഡ്രല്ല എന്ന നാടോടി കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുതന്നെയാണ് ഷോൺ ബേക്കർ അനോറ ഒരുക്കിയത്. 60 കോടി രൂപ മുതൽ മുടക്കിൽ ഒരുങ്ങിയ അനോറ മികച്ച ബോക്സ് ഓഫീസ് വിജയവും നിരൂപക പ്രശംസയും നേടി. മികച്ച നടൻ ഏഡിയൻ ബ്രോഡി, മികച്ച ക്യാമറാമാൻ ലോൽ ക്രൗളി, മികച്ച ഒറിജിനൽ സ്കോർ ഡാനിയൽ ബ്ലൂംബെർഗ് എന്നിങ്ങനെ 3 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ദി ബ്രൂട്ടലിസ്റ്റ് പ്രൈം വീഡിയോയിൽ കാണാവുന്നതാണ്. ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് എഡ്രിയ ബ്രോഡി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരവും ദി ബ്രൂട്ടലിസ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഐ ആം സ്റ്റിൽ ഹിയർ മികച്ച ഇന്റർനാഷണൽ ഫീച്ചർ വിഭാഗത്തിൽ പുരസ്കാരം നേടി. മികച്ച സഹനടനുള്ള പുരസ്കാരമായിരുന്നു അവാർഡ് നിശയിലെ ആദ്യ പ്രഖ്യാപനം. എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കിരൺ കൽക്കിനാണ് മികച്ച സഹനടനുള്ള ഓസ്കാർ നേടിയത്. 42കാരനായ താരം ഹോം അലോൺ സിനിമയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ താരമാണ്. ദ ഷാഡോ ഓഫ് സൈപ്രസ് എന്ന ചിത്രത്തിനാണ് ഓസ്കാർ 2025-ലെ മികച്ച ആനിമേറ്റഡ് ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത്. മികച്ച ആനിമേറ്റഡ് ചിത്രത്തിനുള്ള പുരസ്കാരം ഫ്ലോ എന്ന ചിത്രത്തിനാണ്. ലാറ്റ്വിയയിൽ നിന്ന് ഓസ്കാർ നേടുന്ന ആദ്യത്തെ ചിത്രമാണ് ഇത്. മറ്റു പുരസ്കാരങ്ങൾ: മികച്ച വിദേശ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ, മികച്ച സംഗീതം ദ ബ്രൂട്ടലിസ്റ്റ് ഡാനിയൽ ബ്ലൂംബെർഗിൻ, മികച്ച ഛായാഗ്രഹണം ലോൽ ക്രൗളി ദ ബ്രൂട്ടലിസ്റ്റ്, മികച്ച ഷോർട്ട് ഫിലിം ഐ ആം നോട്ട് റോബോട്ട്, മികച്ച വിഷ്വൽ ഇഫക്ട്സ് ഡ്യൂൺ പാർട്ട് 2, മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര, മികച്ച ഗാനം എൽമാൽ എമിലിയ പെരേസ്, മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ വിക്കറ്റ്,
മികച്ച വസ്ത്രാലങ്കാരം വിക്കഡ്. ഒറിജിനൽ തിരക്കഥ അനോറ. മികച്ച മേക്കപ്പ് ഹെയർ സ്റ്റൈലിസ്റ്റ് ദ സബ്സ്റ്റൻസ്. മികച്ച എഡിറ്റർ അനോറ ഷോൺ ബേക്കർ. പുരസ്കാരം നേടിയ സിനിമകൾ കാണുന്നതിന് ഈ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അനോറ C5, ദ ബ്രൂട്ടലിസ്റ്റ് പ്രൈം വീഡിയോ, ഡ്യൂൺ പാർട്ട് 2 ജിയോ ഹോട്ട്സ്റ്റാർ, എമിലിയ പെരസ് പ്രൈം വീഡിയോ, കോൺക്ലേവ് പ്രൈം വീഡിയോ, ദ സബ്സ്റ്റൻസ് പ്രൈം വീഡിയോ, വിക്കറ്റ് പ്രൈം വീഡിയോ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.